ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ മോർണിംഗ്. ഇന്ന് വെറും ഒരു സൺഡേ അല്ല, ഇന്ന് നമ്മുടെ ഡാരലിൻ്റെയും ഡെല്ലിയുടെയും ഒക്കെ ക്രിസ്മയാണ്, കൺഫർമേഷൻ. ഇത് എക്സാക്ട്ലി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജ്ഞാനസ്നാനം ഇല്ലേ, ബാപ്റ്റിസം, ആ ഒരു സമയത്ത് ഇവർ ബേബീസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ പേരൻസ് ആണല്ലോ നമ്മളെ ക്രിസ്ത്യൻസ് ആക്കുന്നത്. ഇതിനെ അറിഞ്ഞ്, ഒരു ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് അറിഞ്ഞ്, ജീസസിനെ കുറിച്ച് പഠിച്ച് സൺഡേ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു കൺഫർമേഷനുള്ളൊരു ചാൻസാണ് ഇത്. അതായത് ദേ ആർ വില്ലിംഗ്ലി അക്സെപ്റ്റിംഗ് ടു ബി എ ക്രിസ്ത്യൻ. അപ്പോൾ ആ ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. അത് ബിഷപ്പ് വന്നിട്ടാണ് കേട്ടോ നടത്തുന്നത്. രാവിലെ 7:30 പള്ളിയിൽ കുർബാന. അവരൊക്കെ പള്ളിയിലുണ്ട്, ഞാൻ പള്ളിയിലോട്ട് പോയില്ല. സാധാരണ ഇതിനങ്ങനെ ഒത്തിരി പേര്, നമ്മൾ പള്ളിയിൽ ചെന്നിട്ട് കാര്യമില്ല, കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും. 5 വർഷത്തിൽ ഒരിക്കലാണ് ക്രിസ്മ കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്കുള്ള സ്ഥലമൊന്നും കാണത്തില്ല, പുറത്ത് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പോയില്ല. അവരിങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള എൻ്റെ ഓട്ടപ്പാച്ചിലാണ് ഈ കാണുന്നത്. സൺഡേ ആയതുകൊണ്ട് ഞാൻ നേരത്തെ ഇത്തിരി അലാം വെച്ചെങ്കിലും ഞാൻ എണീറ്റപ്പോൾ ലേറ്റായിപ്പോയി. ഞാൻ ക്ലോക്കിൽ നോക്കിയപ്പോഴത്തേക്ക് മണി 7. 7:30 ചടങ്ങ് തുടങ്ങും. അത് തീർന്ന് 8:30-9 മണിയാകുമ്പോഴത്തേക്ക് അവർ ഭക്ഷണം കഴിക്കാനും വരില്ലേ. മമ്മിയും ഡാഡിയൊക്കെ ആണെങ്കിൽ 8 o'clock ഷാർപ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുമാണ്. ഞാൻ എങ്ങനെ ഒന്ന് ഫ്രഷായി നേരെ കിച്ചണിൽ വന്ന് 1 കിലോ ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് കൊഴുപ്പുള്ള പീസസ് മാത്രമായിട്ട് സ്റ്റൂ വെക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം തന്നെ അങ്ങോട്ട് ചതച്ചെടുത്തു. പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ കീറിയിട്ടു. എന്നിട്ട് ഇത്തിരി ഉപ്പും വിനാഗിരിയും ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും ഒക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഞാനിത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ, ലോ ഫ്ലെയിമിൽ 4 വിസിൽ. സ്റ്റൂ ആയതുകൊണ്ട് ഞാനിതിൽ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല, സ്റ്റൂ വെളുത്തിരിക്കണം എന്നുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ കൊഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് ലേശം ഒരു മഞ്ഞ നിറം ഉണ്ടാവും. ഇനി മഞ്ഞയും കൂടി ഇട്ട് അത് മൊത്തത്തിൽ മഞ്ഞിപ്പിക്കുന്നില്ല. സ്റ്റൂവിന് ഇറച്ചി എടുത്തത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരിത്തിരി ഇറച്ചിയല്ലേ എടുത്തിട്ടുള്ളൂ. ബാക്കി ബീഫ് ഞാൻ ഉച്ചയ്ക്കത്തെ കറിക്കായിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. സ്റ്റൂവിലേക്ക് ചേർക്കാനായിട്ട് നമുക്കിനി കുറച്ച് ക്യാരറ്റും പൊട്ടറ്റോയും കുറച്ച് ബീൻസും ഒക്കെ ഒരു കളർഫുൾ ആക്കാനായിട്ട്, പച്ചയും ഓറഞ്ചും മഞ്ഞയൊക്കെ ഇരിക്കട്ടെ. പൊട്ടറ്റോ ഇവിടെ ഇല്ലായിരുന്നു, അമ്മ ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അതാണ് ആ പേപ്പർ റാപ്പിലിരുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് 2 പൊട്ടറ്റോയും ഫ്രിഡ്ജിലിരുന്ന ക്യാരറ്റും ഒക്കെ എടുത്ത് ഞാനത് പീസസ് ആയിട്ട് അരിയാൻ തുടങ്ങി. ആക്ച്വലി ഇത് ഞാൻ വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതല്ല, ഇതേ സ്പീഡിലാണ് ഞാൻ കാര്യങ്ങൾ നീക്കിയത് കേട്ടോ. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ വേണ്ടി. ലഞ്ച് പിന്നെ പതുക്കെ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബീഫ് കറിയും ഒരു സാലഡും കൂടെ ഉണ്ടാക്കി. പിന്നെ മമ്മിയൊക്കെ വരുമ്പോഴായാലും നമുക്ക് ചോറടുപ്പിലിട്ടാൽ മതിയല്ലോ, ഗ്യാസിലിട്ടാൽ മതിയല്ലോ. അങ്ങനെ ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ ഏകദേശം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞു. ഇതിനിടയിൽ ഞാൻ വിളിച്ചു നോക്കി. അപ്പോൾ മമ്മിയും ഡാഡയും നേരെ ഇങ്ങോട്ടേക്ക് വരും. അവർ ചേർച്ചിലേക്ക് പോയിട്ടില്ല. ചേച്ചി പള്ളിയിലുണ്ട്, പക്ഷേ തീരാനായിട്ട് ലക്ഷണം കണ്ടിട്ട് നല്ല രീതിയിൽ ലേറ്റ് ആവും എന്നാണ് തോന്നുന്നത്. കാരണം ആദ്യത്തെ കുർബാന 7:30 കഴിഞ്ഞിട്ട് 7:30 കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ആദ്യത്തെ കുർബാന 7:30 കഴിഞ്ഞില്ല അത്രേ. ചടങ്ങ് അത്ര വലിയ ചടങ്ങല്ല. എല്ലാവരും ഇങ്ങനെ നിരത്തി നിർത്തും. ബിഷപ്പ് വന്ന് പ്രാർത്ഥിച്ചിട്ട് തൈലം കൊണ്ട്, നല്ല സുഗന്ധമുള്ള തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കും. പുറകെ ഒരാൾ വന്ന് അതങ്ങ് തുടച്ചിട്ട് ആ ഒരു തുടയ്ക്കുന്ന വൈപ്പ് ചെയ്ത കർച്ചീഫ് പിള്ളേരുടെ കയ്യിൽ കൊടുക്കും. വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുട്ടികളൊക്കെ നിരന്ന് നിൽക്കും. ഈ ഒരു സംഭവം നമ്മുടെ ലുബിക്കുട്ടൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. അവൻ എപ്പോൾ ഇവിടെ ക്രിസ്മ വന്നാലും അവൻ കപ്പലിലായിരിക്കും. 5 വർഷത്തിലൊരിക്കലാണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വലിയ ആൾക്കാരും കാണും കേട്ടോ, ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ കാണും. എന്നിട്ട് ഞാൻ ഒരു പാൻ വെച്ചു. അതിലേക്ക് സ്റ്റൂവിനുള്ള പച്ചക്കറികളൊന്ന് വഴറ്റി വേവിച്ചെടുക്കണമല്ലോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിക്കാൻ നോക്കിയപ്പോൾ വെളിച്ചെണ്ണയും തീർന്നിരുന്നു. അങ്ങനെ പാക്കറ്റ് കുപ്പിയിൽ അങ്ങനെ ഇത്ര നേരം വെച്ചിരുന്നില്ലെങ്കിൽ അമ്മയുടെ നിന്ന് എനിക്ക് കിട്ടും, ഇവിടെ തന്നെ ഉണ്ട് അടുത്ത്. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച്, അല്ലെങ്കിൽ ഞാൻ ചുരുട്ടിക്കൂട്ടി അവിടെ ഡംപ് ചെയ്തേനെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പെരുംജീരകവും ചെറിയ ജീരകവും പട്ടയും ഗ്രാമ്പും ഏലക്ക ഇട്ടില്ല, ബേ ലീഫ് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സവാള അതിലിട്ടു. ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റും പൊട്ടറ്റോയും, അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഗ്രീനും കൂടെ വേണമെന്ന് തോന്നിയത് കേട്ടോ. പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞതാണ്. ഇതിങ്ങനെ ഇട്ട് വഴറ്റാൻ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി പച്ചപ്പും കൂടി ഇതിലിരുന്നോട്ടെ എന്ന് തോന്നിയിട്ട് ഞാൻ ഇത് അടച്ച് വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ പോയി നമ്മുടെ ബീൻസ് അല്ല, അത് മറ്റേ പയർ, ആ പയർ എടുത്തുകൊണ്ട് വന്ന് അതൊന്നും കുറച്ചെടുത്തു. ഇത്തിരി ഗ്രീൻ കളറും കൂടെ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അങ്ങനെ അതും എടുത്തുകൊണ്ട് വന്ന് 2 അറ്റവും ഒക്കെ വെട്ടി കഴുകി. അത് വേവുന്ന സമയം വേണ്ട ഈ ഒരു സംഭവം വേവാനായിട്ട്. പൊട്ടറ്റോയും ക്യാരറ്റും കുറച്ച് വേവുള്ള ഐറ്റംസ് ആണല്ലോ. അങ്ങനെ അതും നല്ല നീളമുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞ് പെട്ടെന്ന് തന്നെ അതിലോട്ട് ചേർത്ത്
ഓടിപ്പോയി ഫ്രിഡ്ജിലിരുന്നൊരു തക്കാളിയും കൂടെ എടുത്തുകൊണ്ട് വന്ന് അതും കൂടെ ഇതിലോട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. തക്കാളി ഇടണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. വിനാഗിരി ഒഴിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ചു ഇരിക്കട്ടെ, ഒന്നിനും ഒരു കുറവ് വേണ്ട. അങ്ങനെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ടു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ. ആ ഒരു ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി തന്നെ ഞാനും അലനും കുട്ടികളും കൂടെ ഒരു നൈറ്റ് റൈഡ് എന്നും പറഞ്ഞിറങ്ങിയിട്ട് പോയി ഒരു 3-4 പാക്കറ്റ് ബ്രെഡ് മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിരുന്നു. രാവിലെ അപ്പവും പുട്ടും ഒക്കെ. പുട്ട് ചേച്ചിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ പുട്ടും സ്റ്റൂവോ പുട്ടും ബീഫ് കറിയോ ആക്കിയേനെ. അപ്പോൾ ഇടിയപ്പോ പൂരിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് നേരത്തെ എണീക്കേണ്ടിയും വരും. ഇവൻ്റെ ഈ കോച്ചിങ് കാരണം എനിക്ക് ആകെ ഉറങ്ങാൻ കിട്ടുന്നത് ശനിയും ഞായറും ഒക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡാണെങ്കിൽ സ്റ്റൂ ആയിട്ടങ്ങ് നല്ല ടേസ്റ്റായിട്ട് നല്ല കോമ്പിനേഷനായിട്ട് അങ്ങ് പോയിക്കോളുമല്ലോ. അങ്ങനെ ഇതിപ്പോൾ തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ. 1ാം പാൽ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇറച്ചി വെന്തു, അതിൻ്റെ അകത്ത് നിന്ന് ഇറച്ചിയിൽ നിന്ന് വന്ന ആ വെള്ളമാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കൂടെ ഞാൻ 2ാം പാലും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അവിടെ അടച്ചു വെച്ചു. ഇനി ഇതെല്ലാം നല്ല രീതിക്കൊന്ന് കുക്കാവട്ടെ. അപ്പോൾ നമ്മുടെ ബാക്കി ഇറച്ചി ഇവിടെ തുറന്ന് വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈച്ച സാറന്മാരൊക്കെ ഇവിടെ മൊത്തം ചുറ്റി നടപ്പുണ്ട്. അങ്ങനെ അതും ഇത് കണക്ക് കുറച്ച് വലിയ പീസസ് ആയിരുന്നു. അതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു. അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, സാധാരണ നമ്മൾ 1/2 കിലോ ഇറച്ചിക്ക് ഒരു സവാളയല്ലേ എടുക്കുന്നത്, ഞാനൊരു 2 സവാളയോളം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇറച്ചി ഇപ്പോൾ കൂടുതലാണ്. 1 കിലോയിൽ നിന്ന് കറക്റ്റ് 1/2 കിലോ ഒന്നും അല്ലല്ലോ ഞാൻ സ്റ്റൂവിന് മാറ്റിയേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ കല്ലിൽ ചതച്ച് വെച്ചതിൻ്റെ ബാക്കി ഇട്ട് കൊടുത്തു. 2 സവാള അരിഞ്ഞതും 1 തക്കാളിയും പിന്നെ പച്ചമുളക് ഇവിടെ ഇല്ല കേട്ടോ. അമ്മ ഇതെനിക്ക് തോന്നുന്നു അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് മറ്റോ കൊണ്ടുവന്ന കാന്താരി മുളകാണ്, പാൽമുളക് പോലത്തെ നല്ല മണമുള്ളൊരു മുളക്. അപ്പോൾ ആ മുളക് 2-3 എണ്ണം എടുത്തിട്ടു. പിന്നെ നമ്മൾ എപ്പോഴും വേവിക്കുന്ന കണക്ക് തന്നെ ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത് കുഴച്ച് അങ്ങോട്ട് വേവിക്കാൻ വെച്ചു. ഈ ഒരു വ്ലോഗ് വളരെ ധൃതിയിൽ പോകുന്ന കണക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കിപ്പോൾ ഓഡിയോ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നു കേട്ടോ. പടപടാ ഞാൻ പറഞ്ഞു പോകുന്നതായിട്ട്. ആക്ച്വലി രാവിലെ ഇങ്ങനെയായിരുന്നു, അത്യാവശ്യം നല്ല ധൃതി രാവിലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ മഞ്ഞപ്പൊടിയും, ഇതിപ്പോൾ നമുക്ക് കറിക്കല്ലേ അപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ആവാമല്ലോ, എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ച് നമുക്കിതിനെയും കൂടെ ഒന്ന് ഗ്യാസിലേക്ക് കയറ്റാം. അപ്പോൾ ഇതും പറയണ്ടല്ലോ, ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ, ലോ ഫ്ലെയിമിൽ 4 വിസിൽ. ഇറച്ചിക്ക് ഇത്തിരി വേവുണ്ട്. സ്റ്റൂവിന് ഇട്ടപ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നല്ല അങ്ങനെ അധികം സ്മാഷായി പോവാത്ത രീതിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ 1 വിസിലും കൂടെ ഒക്കെ ആവാം. സാധാരണ നമുക്ക് ലോ ഫ്ലെയിമിൽ 3 വിസിലൊക്കെ വേണമെങ്കിൽ നിർത്താം, ഇറച്ചി അത്ര മുറ്റല്ല എങ്കിൽ. കത്രികയും കൊണ്ട് ഒരു ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ എടുത്ത് കുത്തി നോക്കിയപ്പോഴത്തേക്ക് ആൾക്കാർ വെന്തിട്ടുണ്ട്. സ്റ്റൂവിൽ ഇത്തിരി മൈദാമാവ് കലക്കി ഒഴിക്കണം ഒരു തിക്നെസ്സിന് വേണ്ടി. മൈദാമാവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി ആട്ടാമാവ് എടുത്ത് കലക്കി വെള്ളത്തിൽ വെറുതെ ഒന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇത് 1ാം പാലും കൂടി ഇട്ട് കൊടുത്തു. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കിടന്ന് തിളയ്ക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിരിഞ്ഞു പോകും. അപ്പോൾ 1ാം പാൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ലേശം ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഇതിൻ്റെ ഫൈനൽ ടച്ച്, ഇതിനൊരു ഇച്ചിരി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ഇത്തിരി പെപ്പർ പൊടിയും ഇത്തിരി ഗരം മസാലയും പിന്നെ ലാസ്റ്റ് ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിനെന്നല്ല, നമ്മൾ എന്ത് സ്റ്റൂ വെച്ചാലും ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റിൽ കിട്ടും. ഈ സ്റ്റൂ അങ്ങ് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റിയാൽ ഇതേ പാത്രത്തിൽ ഇനി ബീഫ് കറിയും കൂടെ ആക്കാമല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ പച്ചക്കറിയായിട്ട് കുറച്ച് പയറും ഇത്തിരി ക്യാരറ്റും ഒക്കെ ഇരിപ്പുണ്ട് ബാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ എടുത്താൽ, നമ്മൾ രാവിലത്തെ സ്റ്റൂവിലും ക്യാരറ്റും ഈ ഉരുളക്കിഴങ്ങും ഈ പയറും തന്നെ ആയിരുന്നു, ഉച്ചയ്ക്കും അത് തന്നെ ആവണ്ടേ. പിന്നെ വിചാരിച്ചു അലനോട് പറയാം കുക്കുംബർ മേടിച്ചിട്ട് വരാൻ, സാലഡ് ചെയ്യാമെന്ന്. ഒരു നല്ല പയറ് ക്യാരറ്റും മെഴുക്ക് പുരട്ടിയും ബീഫ് കറിയും പപ്പടവും ഒക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും പിന്നെ പ്ലാൻ അങ്ങനെ അങ്ങ് മാറ്റി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും റെഡിയായി. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു സമാധാനം വന്നത്. പിന്നെയാണ് ഞാൻ ഈ വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയത് കേട്ടോ. അതുവരെ ഓടുമായിരുന്നു. ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുന്നത് കാറിൻ്റെ അകത്തിരുന്നിട്ട്, കാർ പോർച്ചിലാണ് വണ്ടി കിടക്കുന്നത്, അതിൻ്റെ അകത്തിരുന്നിട്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാനായിട്ട്. അല്ലെങ്കിലുണ്ടല്ലോ ഈ റോഡിൽ കൂടെ അങ്ങനെ വിരലിൽ എണ്ണിയ 2-3 വണ്ടി പോവും, പിന്നെ നമ്മുടെ ഒരു ബസ്സും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നതാണ്. ഞാൻ ഓഡിയോ ആഡ് ചെയ്യാനായിട്ടിരുന്ന എന്താണെന്നറിയാൻ പാടില്ല, ഞാൻ എന്തോ ചിന്നക്കടയിൽ ട്രാഫിക് ബ്ലോക്കിൽ ഇരിക്കുന്നതാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നത്. നിങ്ങളിപ്പോൾ കേട്ട് കാണുമല്ലോ ഒച്ച. ബീഫ് കറിക്കായിട്ടുള്ള ബീഫും കൂടെ ദേ ഗ്യാസിലേക്ക് ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് പാത്രം കഴുകി ഒതുക്കാം. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നിലു രാവിലെ എണീറ്റ് ഇപ്പോൾ എടുത്ത് വെച്ചിരുന്ന അമൃതം അവൻ കുടിച്ചിട്ടുണ്ട്. കുക്കു എണീറ്റ് അമൃതം കുടിച്ചു. ഇനിയിപ്പോൾ മമ്മിയും ഡാഡിയും ഡെല്ലയും ഡാരലും ഒക്കെ വന്നിട്ടേ സാറന്മാരെ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഇതിൻ്റെ എല്ലാ ഇടയിൽ എനിക്കൊരു ഫോൺ കോളും വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും കൂടെ വേറൊരു ആവശ്യത്തിനായിട്ട് ഇതിനിടയിൽ പുറത്തോട്ടും പോകണം. അപ്പോൾ പിന്നെ പാത്രവും എല്ലാം കൂടെ സ്പീഡിൽ കഴുകി. അപ്പോഴത്തേക്ക് ഞാൻ പ്ലാൻ അങ്ങ് മാറ്റി കേട്ടോ. ഞാൻ വിചാരിച്ചു മമ്മിയോ ചേച്ചിയോ വന്നിട്ട് ചോദിച്ചിട്ട് ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന്. ബീഫ് കറി ഇപ്പോൾ ബീഫ് എന്തായാലും വെന്തതുകൊണ്ട് കറി അങ്ങ് ആക്കാം. ഇനിയിപ്പോൾ റൈസും പച്ചക്കറിയും ഒന്നും ചെയ്യാനുള്ള ടൈമും ഇല്ല. മമ്മി പിന്നെ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ ഉടനെ പറയും കേട്ടോ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വെച്ചോളാം, ചോറും പച്ചക്കറിയൊക്കെ അല്ലേ, അത് ഞാൻ ആക്കിക്കോളാം എന്നൊക്കെ പറയും, എനിക്കറിയാം. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ചേച്ചി വരട്ടെ, ചേച്ചി വന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വല്ലതും ഓർഡർ ചെയ്യാം
എന്നുള്ള പ്ലാൻ ഇപ്പോഴത്തേക്ക് സെറ്റായി. ഒരു ഫോൺ കോൾ നിങ്ങളതിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കോളിലാണ് എനിക്ക് വിളി വന്നത്. ഞങ്ങൾ ചെല്ലേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ബീഫ് വെന്ത സ്ഥിതിക്ക് ബീഫ് കറിയും കൂടെ ആക്കാമെന്ന് കരുതി. വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരു 10 o'clock അടുപ്പിച്ച് ചെല്ലാനായിട്ട്. അപ്പോൾ എന്തായാലും നേരം ഉണ്ടല്ലോ, അപ്പോൾ ഈ കറിയും കൂടെ ആക്കിയേക്കാം. മമ്മിക്ക് അഥവാ ചോറ് വെക്കാൻ തോന്നിക്കഴിഞ്ഞാൽ മമ്മി അങ്ങ് ചോറാക്കിക്കൊള്ളുമല്ലോ കറിയായിരുന്നാൽ. അങ്ങനെ ദേ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ടു. സവാള ബ്രൗൺ കളറാക്കി എടുക്കണം. എന്നിട്ട് നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും കാണുന്ന അതേ സെറ്റ് ഓഫ് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാല, ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, സാദാ മുളക് പൊടി, നിറത്തിന് കാശ്മീരി മുളക് പൊടി. എന്നിട്ട് പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്നിളക്കി കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ തട്ടിയിട്ട് കൊടുത്ത് തിളപ്പിച്ച് ഇത്തിരി മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ കൂടെ തൂകിയെടുത്താൽ ബീഫ് കറി റെഡി. ഇന്നലെ ഷോർട്സ് ഇട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ഷോർട്സ് ഇട്ടു എന്ന് പറയുമ്പോൾ ഞാൻ ഷോർട്സ് ഇട്ട് വന്ന പോലെയാണ് തോന്നുന്നത്. ഇന്നലെ ഞാനിട്ട വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ലേ, നമ്മുടെ മൊട്ടത്തലേന അപ്പൂപ്പൻ്റെ. അപ്പോൾ അതിൽ മിക്കവരും പറഞ്ഞത് ഞാൻ അന്നേരം എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഇപ്പം നിങ്ങളുടെ അടുത്ത് എനിക്കത് പറയണമല്ലോ, നമ്മളറിയണമല്ലോ, നമ്മുടെ ഫാമിലി അറിയണമല്ലോ എന്താ സംഭവിച്ചതെന്ന്. ഞങ്ങളെ ഈ കല്യാണത്തിന് പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വഴി കൊല്ലം സ്റ്റാൻഡ് എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ ഇങ്ങനെ നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ എണീറ്റിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, വയസ്സായ ആളല്ലേ, ചിലപ്പോൾ കൈ സ്ട്രെച്ച് ചെയ്യുന്നതാണെന്നൊക്കെയാണ് വിചാരിച്ച്. പിന്നെ ആദ്യം ഞാനൊന്ന് ഉറപ്പിച്ചു, ഈ കുത്സിത പ്രവൃത്തി തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ഫോണിലോട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല. അയാളിത് ശ്രദ്ധിക്കരുത് എന്നുള്ളതുകൊണ്ട് ഫോണിലോട്ട് നോക്കാതെയാണ് വീഡിയോ എടുത്തത്. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ടുവേർഡ്സ് ദ എൻഡ് അങ്ങേരുടെ മുഖം ബ്ലർ ചെയ്ത് കാണിച്ചിരിക്കുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും ബസ്സിൽ ആൾ തീരെ കുറഞ്ഞു. അതായത് സ്റ്റാൻഡായി, ഞങ്ങൾ ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ഞങ്ങൾ നേരെ ഇപ്പുറത്തോട്ട് വന്നിരിക്കുന്നത്, ഈ ഫേസ് എടുക്കുന്നത്. ഫേസ് കണ്ടപാടെ ഫേസ് അല്ല, കയ്യിലെ ഫോൺ കണ്ടപാടെ ഇങ്ങനെ മാന്യനായി. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു പുള്ളിയും അവിടെ തന്നെ ഇറങ്ങാനുള്ളത്. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിഞ്ഞു നിന്ന് നോക്കിയെങ്കിലും പുള്ളി ഇറങ്ങുന്നില്ല. മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ഫേസ് എടുത്തു എന്നുള്ളതുമല്ലോ. അങ്ങനെ തന്നെ അവിടെ ഇരിക്കുക. എനിക്ക് കറക്റ്റ് 4 മണിക്ക് നമ്മുടെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഞാനവിടെ ചെന്നേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ എനിക്ക് മുടക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ അങ്ങനെ ഈ വണ്ടി സ്റ്റേഷനിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അങ്ങേരുടെ വീട്ടുകാരെ വിളിപ്പിക്കും, ഞങ്ങൾ നിൽക്കണം. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹൈ പ്രയോറിറ്റി കേസൊന്നുമല്ല. അവിടെ വേറെ കത്തിയും കുത്തും കൊലപാതകവും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ വേണേൽ കുറച്ച് നേരം നിർത്തും. പിള്ളേരെ അമ്മേനെയും ലില്ലിയംച്ചിനെയൊക്കെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്. അപ്പോൾ തിരിച്ച് വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു പരിപാടിയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇൻവോൾവ് ആവാതിരുന്നത്. പിന്നെ ആവശ്യത്തിന് വേണ്ടത് എനിക്ക് ഇനിയിപ്പോൾ വേണമെങ്കിലും കേസിന് പോകാമല്ലോ, പ്രൂഫൊക്കെ കയ്യിലിരിപ്പുണ്ടല്ലോ. ഞാനും അമ്മയും കൂടെ പോകാനുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. പെട്ടെന്ന് 2 പീസ് ബ്രെഡൊക്കെ ഞങ്ങൾ എടുത്ത് കഴിച്ചിട്ട് മമ്മി പിള്ളേർക്കൊക്കെ കൊടുത്തോളാം, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പോയിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോഴും ചേച്ചിയും ഡൽഹി എത്തിയില്ല. ഡയറിൽ സൈക്കിൾ കൊണ്ടുപോയതുകൊണ്ട് അവൻ ആദ്യം സൈക്കിൾ ചവിട്ടി ഇങ്ങ് എത്തിയത്. ചേച്ചി ഇപ്പോഴാണ് എത്തിയത്, കാലൊക്കെ വേദന എടുത്തു, നിന്ന് കുഴഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ വിശപ്പുമുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണിയോളം ആയിട്ടുണ്ടാവും. 7:30 ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് തുടങ്ങിയില്ല എന്ന്. ചേച്ചി അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എല്ലാവരും ടയേർഡായിപ്പോയി. പിള്ളേർക്ക് കുറച്ച് ജ്യൂസും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷേ എല്ലാവരും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആ സമയത്ത് അതൊന്നും കഴിക്കാനായിട്ട് ഇവർക്ക് വിശപ്പ് മാറത്തില്ലല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചേഞ്ചൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് മാതാ എന്ന് പറയുന്ന ഇതിലേ കൂടെ ഓടുന്ന വണ്ടി ഇതേ അവിടെ കിടക്കുന്നു. എന്താ പറ്റിയതെന്ന് അറിയാനായിട്ട് ഞാൻ ജിത്തുവിനെ വിളിച്ച് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ അവൻ എന്തോ പറഞ്ഞു. ഈ വണ്ടിയുടെ പാർട്സൊന്നും എനിക്കറിയാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അവൻ എന്താ പറഞ്ഞതെന്ന്, എനിക്ക് ഓർമ്മയും വരുന്നില്ല. എന്തോ പറ്റി വണ്ടി അവിടെ കിടക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എത്തിയപ്പോൾ തന്നെ മമ്മിയും പറഞ്ഞു കേട്ടോ, ഇനിയിപ്പോൾ ചോറൊന്നും വെക്കണ്ട, മന്തി ഓർഡർ ചെയ്യാം. അങ്ങനെ 2 ഫുൾ കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ഒന്നും ചെയ്യണ്ടല്ലോ. ഇവിടെ ഇതുങ്ങൾ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഇനി മന്തി വരുന്നത് വരെ രാവിലെ തിന്നത് ദഹിക്കാനായിട്ടുള്ള പെടാപ്പാടുകൾ നിങ്ങൾ കാണേണ്ടി വരും. TV അവിടെ ഓണായി കിടപ്പുണ്ട്, എന്തൊക്കെയോ കണ്ടുകൊണ്ടും കൂടി ഇരിപ്പുണ്ട്. അങ്ങനെ ഓർഡർ ചെയ്ത സംഭവം വന്ന് 2 ഫുൾ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്, അൽഫാം മന്തി. സാധാ കുഴിമന്തിനേക്കാളും എനിക്കിഷ്ടം അൽഫാം മന്തിയാണ് കേട്ടോ. ആ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റില്ലേ, വെറുതെ പുഴുങ്ങിയതിനേക്കാളും ഇത്തിരി മസാലയുള്ളത്. എൻ്റെ ഫേവറേറ്റ് നമ്മുടെ റാഹത്തിലെ സൂഫി മന്തിയാണ്. അത് നല്ല കോസ്റ്റ്ലിയാണ്. നമുക്ക് 2 ഫുള്ള് സൂഫി മന്തിയൊക്കെ ഓർഡർ ചെയ്താൽ നല്ല രീതിക്ക് കാശ് പോവും. അത്രയും ആഡംബരം വേണ്ടാന്ന് കരുതി. അതിൻ്റെ ഇടയ്ക്ക് എന്നെ പവിഴം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദിസ് ഹാപ്പി ഫാമിലി ഈസ് ഹാവിങ് ലഞ്ച്. അങ്ങനെ അതിൻ്റെ കൂടെ നമ്മുടെ നിലു ഇരിപ്പുണ്ട്. എന്തിനാണെന്ന് എന്തോ കുറച്ച് ചോറൊക്കെ തിന്നു എന്ന് പറയുന്നു. എന്തായാലും ഞാൻ ഇനി മസ്ലും പിടിച്ച് അവന് ചോറ് കൊടുക്കാൻ പോകുന്നില്ല. അമ്മ ഞങ്ങൾ പോകണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് പൊടിയാൻ്റിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാമെന്നും പറഞ്ഞ് ഞങ്ങൾക്കിവിടെ വെള്ളം വന്നിട്ട് ഇന്നേക്ക്, അതായത് ആ സൺഡേ 4ാമത്തെ ദിവസമാണ്.
കിണറ്റിൽ നിന്ന് വെള്ളം കയറാൻ പാടാണ് മോട്ടറിൽ. അപ്പം എങ്ങനെയൊക്കെയോ അലൻ എന്തൊക്കെയോ ചെയ്തിട്ട് കുറച്ച് വെള്ളം മോട്ടറിൽ നമ്മുടെ താഴത്തെ ടാങ്കിലേക്ക് എത്തിക്കും കിണറിന്ന്. എന്നിട്ട് അവിടുന്ന് വേണം മേലത്തെ ടാങ്കിലോട്ട് വെള്ളം അടിക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ നല്ല ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് അമ്മ അങ്ങോട്ട് പോയി. പിന്നെ മന്തി കഴിക്കത്തില്ലല്ലോ, അതിൻ്റെ ഓട്ടമാണ് ഓടിയത്. അവിടെ പോയി നല്ല ചോറും മീൻ കറിയൊക്കെ കഴിക്കാനായിട്ട്. അമ്മയുടെ അനിയത്തിയും ഇങ്ങനെ മീറ്റൊന്നും കഴിക്കത്തില്ല. അപ്പോൾ എന്തായാലും അവിടെ പിള്ളേർക്ക് വേണ്ടി ഇറച്ചി വെച്ചാലും ആൻറ്റിക്ക് വേണ്ടി ചോറും മീൻ കറി എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ ആലൻ കഴിച്ച അതേ പ്ലേറ്റിൽ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചു. ആദ്യം നിലു കഴിച്ചത് ഫിനിഷ് ചെയ്തു, കഴിച്ചുകൊണ്ടിരുന്നത് ഫിനിഷ് ചെയ്തു. പിന്നെ ആലൻ കഴിച്ചതിൻ്റെ ബാക്കിയും അങ്ങനെ എല്ലാം ചേർത്ത് നല്ല ഗ്രാൻഡായിട്ട് ലഞ്ച് കഴിഞ്ഞു. വയറ് നിറയെ മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ ഇവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ബോട്ട് കണ്ടു. ഞാൻ സൂം ചെയ്തിട്ട് നമുക്ക് ഇത്രേ കിട്ടിയുള്ളൂ. അത് താഴെ ഒരു ചെറിയ ബോട്ടിനെ, താഴെയല്ല പിറകിലൊരു ചെറിയ ബോട്ടിനെ വലിച്ചുകൊണ്ട് പോകാമെന്നാണ് തോന്നുന്നത്. വണ്ടി ഇപ്പോഴും അനങ്ങിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കാൻ. ഇപ്പോൾ വൈകുന്നേരം വന്ന് അവരത് ശരിയാക്കി കൊണ്ടുപോകുമായിരിക്കും. കുക്കുസറി മരത്തിന് മേലിലുണ്ട്. അങ്ങനെ നോക്കിയൊന്നല്ലാട്ടോ എറിയുന്നത്, ചുമ്മാ അവനെ പറ്റിക്കാനായിട്ട് എറിഞ്ഞ് കാണിക്കുന്നതാണ് താഴെ വരാനായിട്ട്. ഞാനും ചേച്ചിയും നിലുവും കൂടെ നല്ല രീതിക്ക് ഒരു ഉറക്കം ഉറങ്ങി. ഇതുങ്ങളൊക്കെ എവിടെയോ ആണ്. ഞാൻ നോക്കിയപ്പോഴേക്കും ആ വണ്ടി റെഡിയായി, അവരത് തിരിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നെയാണ് ആൾക്കാരെവിടെയെന്ന് മനസ്സിലായത്. കടപ്പുറത്ത് കളിക്കാൻ പോയതാണ്. ചേച്ചിയെടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാട്ടോ പോയത്, പറയാതെ പോയേക്കുന്നതല്ല. പിന്നെ നമ്മുടെ ചേട്ടന്മാർ മേളിൽ ഇരിപ്പുണ്ടല്ലോ കാർഡ്സും കളിച്ചുകൊണ്ട്, അപ്പോൾ അവർ ശ്രദ്ധിച്ചോളും. പിന്നെ കൂട്ടത്തിൽ ഡാരലും ഉണ്ട്. അങ്ങനെ ഞാൻ ചെന്ന് അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇതേ ഫുട്ബോൾ കളിയൊക്കെ തകർക്കുന്നു. എല്ലാത്തിനെയും കയറ്റി കുളിക്കാനായിട്ട് 4 വഴി പറഞ്ഞു വിട്ടിട്ട് ഞാൻ എനിക്കും ചേച്ചിക്കുമായിട്ട് 2 കോഫി എടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാല് നിലുവിനും കുടിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ചേച്ചി അവിടെ സെറമോളുടെ അമ്മയായിട്ട് സംസാരിക്കാനായിട്ടോ. അവർ പഴയ ആൾക്കാരല്ലേ. ഞങ്ങൾ ഇവിടെ ആവുന്നതിന് മുന്നേ ചേച്ചിയല്ലായിരുന്നോ ഇവിടെ. അങ്ങനെ അവർ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സേറമോളുടെയും സച്ചുവിൻ്റെയും ക്രിസ്മസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് സേറയ്ക്ക് സാറ്റർഡേയും സച്ചുവിന് സൺഡേയോ, അല്ല സച്ചുവിന് സാറ്റർഡേയും സേറയ്ക്ക് സൺഡേ അങ്ങനെ ആയിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി കുട്ടികളുള്ളപ്പോൾ അത് അങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അവർക്ക് 2 ദിവസവും പള്ളിയിൽ പോകണമായിരുന്നു. അങ്ങനെ ക്രിസ്മയുടെ കാര്യമൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ക്രിസ്മയ്ക്കും വീട്ടിൽ നിന്ന് ആരും വന്നൊന്നുമില്ല കേട്ടോ. ഞാനും പുത്തൻകുറാനും ഉടുപ്പിട്ട് പള്ളിയിൽ പോയി സംഭവം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരെയാണ് ചെയ്തത്. അങ്ങനെ വലിയ ചടങ്ങായിട്ടും ഇല്ലായിരുന്നു. പാല് കാച്ചാൻ വെച്ചിട്ട് ഞാൻ കഴുകിയ പാത്രങ്ങളൊക്കെ അടുക്കി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മന്തി അത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ചേച്ചിയും ഇറങ്ങാൻ പോവാമെന്നാണ് പറയുന്നത്. ചേച്ചിക്ക് മൺഡേ ഓഫീസിൽ പോകണം. ചേച്ചി സൺഡേ ആണ് വീട്ടിലെ ക്ലീനിങ് ഒക്കെ, അതായത് ഡീപ്പ് ക്ലീനിങ് ഒക്കെ നടത്തുന്നത്. റഗും കാർപ്പറ്റും ഒക്കെ മാറ്റിയൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ സൺഡേ ആണ്. അപ്പോൾ പോട്ടെ, ഇനി പോയി അതൊക്കെ ചെയ്താലേ നാളെ ഓഫീസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല, അല്ലെങ്കിൽ ഞാനൊരു പിടി പിടിച്ചേനെ ഡിന്നറും കഴിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞിട്ട്. ചൂടുവെള്ളം എടുക്കാനുള്ള മടിക്ക് ഞാനിപ്പോൾ ഈ പരിപാടിയാട്ടോ ചെയ്യുന്നത്. കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് ഇത്തിരി പാലിട്ട് തന്നെ അതങ്ങ് വിസ്ക് ചെയ്തെടുക്കും. പക്ഷേ ചൂടുവെള്ളം ഇടുമ്പോൾ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഇതിന് കിട്ടാറില്ല. പിന്നെ ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തതാണ്. ചൂടുവെള്ളം ഇട്ടാൽ നല്ല രീതിക്ക് ക്രീമിയായി തിക്കായിട്ട് വരും. ഇത് സാധാ ഒരു ഫിൽറ്റർ കോഫി പോലെ ഇരിക്കും. മറ്റേത് ഇത്തിരി ക്യാപ്പച്ചിനോടെയൊക്കെ ഏകദേശം അടുത്ത് വരും. നിങ്ങൾക്കറിയാമല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും കോഫി ഇട്ട് ചേച്ചി ചായ കുടിക്കത്തില്ല, കോഫിയേ കുടിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ പിന്നെ ചായ, കാപ്പി, കട്ടൻ എന്താണെങ്കിലും കുടിച്ചോളുമല്ലോ, നമുക്കങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ വൈകിട്ട് ചായ ഇടാതെ കോഫി ഇട്ടത്. പക്ഷേ കോഫി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ആലനുള്ള കോഫി ഇട്ടില്ല, ഞാനത് മറന്നും പോയി. ആലൻ ഇപ്പോൾ സിസി ചെയ്യുന്ന വരും. പിന്നെ നിലുവിനുള്ള പാലെടുത്തപ്പോഴത്തേക്ക് പാലങ്ങ് കഴിഞ്ഞു. എവിടെയോ പോയി എന്താണ്ട് നോണ്ടി കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ കൈയൊക്കെ കഴുകി പാല് കൊടുത്തു. എന്നിട്ട് ആലനുള്ള കാപ്പിക്ക് വീണ്ടും വെച്ചു. മറന്നുപോയല്ലോ ആദ്യമേ. മമ്മിയും ഡാഡയും ഓൾറെഡി അങ്ങ് പോയി കേട്ടോ. പോയി ചെടി നനയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. മൺഡേ അവർക്കും ഞങ്ങൾക്കും സ്കൂളിൽ പോകണമല്ലോ. ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല. വയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെവിയാണ്. അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നില്ല. പഴംപൊരി മേടിക്കാനായിട്ടുള്ളൊരു മൂഡും ഇല്ലായിരുന്നു. എനിക്ക് അങ്ങനെയായിരുന്നു, ചേച്ചിക്കുമൊക്കെ അങ്ങനെ. ഈ കടപ്പുറത്ത് പോയി കളിച്ചുകൊണ്ട് വന്നതിനൊക്കെ നല്ല വിശപ്പ് കാണും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു മന്തിയല്ലേ ഇരിക്കുന്നത്, കുറച്ച് അധികം ഇരിപ്പുണ്ട്.
അപ്പോൾ അഥവാ കുക്കുവിന് ഇപ്പോൾ എന്തെങ്കിലും വേണമെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് ചിക്കൻ എടുത്ത് അവനിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്ത് സോസ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഞാനും ചേച്ചിയും കൂടെ സൊറയൊക്കെ പറഞ്ഞ് കോഫിയൊക്കെ കുടിച്ചു. അവർക്ക് കൊണ്ടുപോകാനുള്ളത് ഡിന്നറിനുള്ളത് ഞാൻ പാർസൽ ചെയ്തെടുത്തു. അപ്പോൾ ചെന്ന് ഇനിയിപ്പോൾ തൂപ്പും തുടപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ആൾ ഡിന്നർ ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ അല്ലെങ്കിൽ നാളെ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഞങ്ങൾ മന്തി തന്നെ തിന്നേണ്ടി വരും. എന്തോ ഒരു പാക്കറ്റ് റൈസ് എടുത്തതേ ഇല്ല, 2 ഫുൾ മന്തി മേടിച്ചിട്ട് ഒരു മന്തിയുടെ റൈസ് തന്നെ ഞങ്ങൾക്ക് മോർ ദാൻ സഫീഷ്യൻ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ രാത്രി ആലനും കുക്കൂനും ഒക്കെ ഒരു പിടി പിടിക്കാനുള്ളത് ആ ഡിഷിലുണ്ട് താനും. ആലനും പിന്നെ അതുകൊണ്ട് കോഫി തന്നെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. കോഫി ആകുമ്പോൾ കുറച്ചുകൂടെ ഫില്ലിംഗ് ആയിരിക്കും, നല്ല പാലൊക്കെ ചെല്ലുന്നതല്ലേ. പിന്നെ വൈകുന്നേരം കഴിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും വേണമെന്ന് പറയത്തില്ല. വീണ്ടും അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അതേ പരിപാടി റിപ്പീറ്റ്. കോഫി പൗഡർ, ഷുഗർ, ഇത്തിരി പാല്, ചൂട് പാലൊഴിച്ചിട്ട് വിസ്ക് ചെയ്തെടുത്തിട്ട് ബാക്കി പാലൊഴിക്കുക. അവർ പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിൽ തന്നെ ആലൻ തിരിച്ച് സിസിജിന്ന് എത്തി കേട്ടോ. ഇതിപ്പോൾ ഡാരലിനെ വിടാതെ ആ കൈ പിടിച്ചു വെച്ചേക്കുന്നുണ്ടോ, ഇവരെ വിടാണ്ടിരിക്കാനാണ് ഈ കയറി ഇരിക്കുന്നത്, പോകണ്ടെന്നും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അവനെയും കൊണ്ടുപോകണം. താഴെ നിൽക്കുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനെ ശ്രമിച്ചിട്ട്. ഞാനെടുത്താൽ ഒട്ടും വരത്തില്ല. അപ്പോൾ ഞാൻ ആലനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലും പറഞ്ഞ് സോപ്പ് ഇട്ട് എടുക്കുമെന്നും പറഞ്ഞ്. ഒരാൾ ചിക്കൻ വേണമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആദ്യം ഈ നിലുവിൻ്റെ കണ്ണിൽ പെടാതെ ഇവരെ ഒന്ന് എസ്കേപ്പ് ആക്കട്ടെ, എന്നിട്ട് ചിക്കനൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ എടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, എൻ്റെ കയ്യിൽ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പുറകെ നമ്മുടെ കാറിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ആലൻ എടുത്ത് അവന് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ചേച്ചീൻ്റെ അല്ലേ എസ്കേപ്പ് ചെയ്തു. ഇവൻ സൈക്കിളിലാണെന്ന് വന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അപ്പോൾ അവൻ പുറകെ സൈക്കിൾ ചവിട്ടി പോവുക. അവനും നാളെ ക്ലാസ് ഉണ്ട്. അവൻ 10th നമ്മുടെ സിദ്ധാർത്ഥ സ്കൂളിലാണ് രണ്ടുപേരും പഠിക്കുന്നത്. അപ്പോൾ അവനും നാളെ ക്ലാസ്സിനുമൊക്കെ പോകണം. അല്ലെങ്കിൽ അവൻ നിന്നേനെ. അവനും പിന്നെ എന്തൊക്കെയോ എഴുത്തുകുത്തൊക്കെ ഉണ്ട്, അസൈൻമെൻറ്റും പ്രോജക്റ്റും ഒക്കെ എന്താണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ അവനും പോയി. അപ്പോൾ നമുക്കിനി ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല. രാത്രി മന്തി ചൂടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക. ആകെ ചെയ്യാനുണ്ടായിരുന്നത് ആ സോഫയിലെ ഷീറ്റൊക്കെ ഒന്ന് അടുക്കി പറക്കണമായിരുന്നു. പിന്നെ ഈ ഡൈനിങ് ടേബിളും ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നിലു ഇവിടെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊന്ന് ചോറൊക്കെ വാരിയെടുത്തെന്നല്ലാതെ നല്ലതുപോലെ ഒന്നും തുടച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ആകെ ഉള്ള പരിപാടികളൊക്കെ അതൊക്കെയാണ്. രണ്ടുപേരെയും ഞാൻ ഇനി പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആവശ്യത്തിന് കളിച്ച് കടലിലൊക്കെ കുളിച്ചിരിക്കുന്നതുകൊണ്ട്. ഇപ്പോൾ കുക്കു വെളിയിൽ ബോൾ തട്ടുന്നതിനാണ് ഇവിടെ കാണിക്കുന്ന ഈ പ്രഹസനമൊക്കെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ. അമ്മ ആ ഒരു സമയത്ത് തന്നെ തിരിച്ചും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വീട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ തിരക്കാൻ തുടങ്ങി, നിമ്മല എവിടെ പോയെന്ന്. അപ്പോൾ നിമ്മല പിരിവിന് പോയെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ ഇരുത്തിയിരുന്നത്. അങ്ങനെ നിമ്മല പിരിവ് കഴിഞ്ഞ് വന്നതാണ് അവന്. ഇനിയിപ്പോൾ അവന് നിമ്മലയായിട്ട് സേറ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് തുടങ്ങും. അങ്ങനെ സംസാരം ഒരു മിൻസാരം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഡൈനിങ് ടേബിൾ അങ്ങ് ക്ലീൻ ചെയ്യുവാണ്. നമുക്കിനിപ്പോൾ ഇത്രയും മാറ്റ് വേണ്ടല്ലോ. ഈ മാറ്റ് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു. ഇതൊന്നും എൻ്റെ അല്ലേ, ഇതൊക്കെ ഞാൻ ചേച്ചിയുടെ നിന്ന് അടിച്ചു മാറ്റുന്നേടാ. ചേച്ചി ദുബായിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് പുലിച്ചോറയിലോട്ട് ചേച്ചി പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി അങ്ങനെയൊന്നും പറയത്തുമില്ല കേട്ടോ. നിനക്ക് വേണ്ടതൊക്കെ എടുത്തുകൊണ്ട് പോകും, പുലിച്ചെറിയിൽ നിന്നും നിനക്ക് വേണ്ടതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു സിബ്ലിംഗ് ഇല്ലാത്തതിൻ്റെ, സപ്പോർട്ടീവായിട്ട് എനിക്കൊരാൾ കൂടെ ഇല്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ ആ രീതിയിൽ എനിക്ക് കിട്ടേണ്ട അഫെക്ഷനൊക്കെ എനിക്ക് ചേച്ചിയെടുത്ത് നിന്നാണ് കിട്ടുന്നത്. ഇനി പ്രത്യേകിച്ച് പരിപാടികളില്ലാത്തത് കൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുവാണ്. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.